ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകരയാണ്. എനിക്ക് സുഖമില്ലാതെ ഞാനിവിടെ ഒരാൾ പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഭഗവാൻ എനിക്ക് ഒരുപാട് മാറ്റങ്ങളെല്ലാം തന്നു. എനിക്ക് വയ്യാതെ ഇരുന്നതെല്ലാം ഞാൻ ഇവിടെ വന്ന് ഇവിടെ അമ്മയോട് പറഞ്ഞ് പവർ വാങ്ങി എല്ലാം ചെയ്ത് എനിക്ക് ഒരുപാട് അസുഖങ്ങളെല്ലാം കുറവുണ്ട്. എന്നാലും ഇപ്പോഴും ചെറിയ ഇതൊക്കെ ഞാൻ ഇപ്പം അങ്ങനെ വരാൻ എനിക്ക് ഉള്ള ബസ്സിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അങ്ങനെ വരക്കമില്ല. ഞാൻ വന്നിട്ട് 3 വർഷത്തോളം ആയി. പിന്നീട് ഒരു മാസത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ടും ആയതുകൊണ്ട് എൻ്റെ മോൾ വരണമെങ്കിൽ എനിക്ക് വരാൻ ഒക്കുള്ളൂ. അങ്ങനെ ഞാൻ വരാതെ ഇരുന്ന് ഇങ്ങനെ ഒരാട്ടോ വിളിച്ചിട്ട് നമ്മൾ വന്നൊക്കെയാണ് ഭഗവാൻ്റെ അടുത്ത് പറയുമ്പോൾ ഭഗവാൻ എനിക്കെല്ലാം എനിക്ക് വയ്യാതാവുമ്പോഴും അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് അമ്മ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് പവറൊക്കെ തരും. പവർ തരുമ്പോൾ എനിക്ക് വേണ്ടില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകണം. എനിക്ക് വയ്യാന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ വിളിക്കും. അമ്മയെ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് പവർ തരും. പവർ തരുമ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസങ്ങളൊക്കെ ഉണ്ട്. ആശുപത്രിയിലൊന്നും ഞാൻ പോകില്ല. ഇവിടുത്തെ ഇതിലാണ് ഞാൻ ഇപ്പോൾ പോണത്. അങ്ങനെ അമ്മ ഇവിടെ മന്ത്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മന്ത്രം പറയുമ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉള്ളത്. തീരെ സുഖമില്ലാതൊക്കെ ഞാൻ ഇതിന് മുമ്പ് കിടന്നിട്ടുണ്ട്. ഒരു 10-50 ദിവസം വരെ ഞാൻ വെള്ളം കുടിക്കാതെ ഒന്ന് ആഹാരം കഴിക്കാതെ എല്ലാം ഞാൻ കിടന്നു. അപ്പോൾ ഇവിടുത്തെ പവറിൻ്റെ ഇതിലാണ് ഞാൻ കുറഞ്ഞത്. ആർപ്പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ പുറത്ത് എനിക്ക് പോകാൻ നല്ല ആരോഗ്യമൊക്കെ എത്തുന്നത്. ഞാൻ അങ്ങനെ വരെയാണ്. ഇനിയും അതേപോലെ വരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.